SSLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും ഒക്കെ റിസൾട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കാത്തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിസൾട്ട് വരികയാണ്. ഈ അവസാന നിമിഷത്തിൽ നമ്മൾ അറിയേണ്ട, നമ്മൾ ചൊല്ലേണ്ട അത്ഭുതകരമായ ചില വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആവസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, SSLC പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി റിസൾട്ടിന് ബാക്കിയുള്ളത്. വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്, ആകാംക്ഷയിലാണ്, പലരും ടെൻഷനിലാണ്. എന്തുകൊണ്ടാണ് SSLC പരീക്ഷയ്ക്ക് ഇത്രത്തോളം വലിയ കാത്തിരിപ്പും ആകാംക്ഷയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളത്? SSLC പരീക്ഷയേക്കാൾ ഉയർന്ന പഠനങ്ങൾ, അതിൻ്റെ റിസൾട്ടുകൾ, ഇത്രത്തോളം കാത്തിരിപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ, ടെൻഷൻ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. SSLC പരീക്ഷയ്ക്ക് മാത്രം ഇത്രത്തോളം എന്നുള്ളത്, SSLC പരീക്ഷ എന്നുള്ളത് കേവലം ഒരു വർഷത്തെ പരിശ്രമത്തിൻ്റെ റിസൾട്ടല്ല, 10 വർഷത്തെ പരിശ്രമത്തിൻ്റെ റിസൾട്ടാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് എന്നുള്ളത്. ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പൊതുവെ SSLC പരീക്ഷയുടെ റിസൾട്ട് ഇത്രത്തോളം ഗൗരവത്തോടെ നോക്കിക്കാണുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മാത്രമല്ല, SSLC പരീക്ഷയുടെ റിസൾട്ട് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുക, അറിയുക. കുടുംബങ്ങളൊക്കെ +2-ൻ്റെ അറിയില്ല, ഡിഗ്രിയുടെ അറിയില്ല, MBBSൻ്റെ അറിയില്ല, മറ്റൊന്നും അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രൂഫായി നമ്മൾ കൊണ്ടു നടക്കുന്നതും ഇതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം SSLC പരീക്ഷയുടെ റിസൾട്ട്. മാത്രമല്ല, നമ്മുടെ ഭാവി പഠനത്തിൻ്റെ ഒരു വലിയ ചുവട്ടുപടിയാണ്. നമ്മൾ എന്തിലേക്ക് തിരിയണം, എന്തൊക്കെ പഠിക്കണം, ഏത് വിഷയം നാം തിരഞ്ഞെടുക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾക്കുള്ള മാനദണ്ഡം കൂടിയാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് എന്നുള്ളത്. അങ്ങനെയുള്ള SSLC പരീക്ഷയുടെ റിസൾട്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാനിരിക്കുന്നത്. ആകാംക്ഷയോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അവരുടെ രക്ഷിതാക്കളും കാത്തിരിക്കുമ്പോൾ, ദുആവസിയത്തുകൾ കാണുമ്പോൾ, അല്ലാഹുവേ, എല്ലാവർക്കും അർഹിക്കുന്ന അർഹമായ അനുയോജ്യമായ ഉന്നതമായ ഖൈറായ വിജയം നീ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ്. വിദ്യാർത്ഥികളോട് വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത്, ഒരിക്കലും വേവലാതിപ്പെടരുത്. കഴിഞ്ഞുപോയി പരീക്ഷ. നാം കഴിഞ്ഞ 10 വർഷം പഠിച്ചു. കഴിഞ്ഞ ഈ അവസാനത്തെ വർഷം വളരെ പരിശ്രമത്തോടെ പഠിച്ചു, പരീക്ഷകൾ എഴുതി, നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ പകർത്തി, പരീക്ഷ അവസാനിച്ചു. ഇനി അതിനെപ്പറ്റി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഒരുപാട് രക്ഷിതാക്കൾ മെസ്സേജ് അയക്കാറുണ്ട്, SSLC പരീക്ഷ കഴിഞ്ഞത് മുതൽ എൻ്റെ കുട്ടി ഭയങ്കര ക്ഷീണത്തിലാണ്, ടെൻഷനാണ്. ടെൻഷൻ ഒരിക്കലും നമ്മൾ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് പല രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് വേവലാതിപ്പെടരുത്. പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചൊരിക്കലും സങ്കടപ്പെടരുത്. നല്ല ധൈര്യത്തോടെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ നാം ഒരിക്കലും അപകടപ്പെടുത്തരുത് എന്ന് ഒന്നാമതായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, തോൽവി എന്നുള്ളത് വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ തോൽക്കുമെന്നല്ല. SSLC പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ കുറവാണ്. പക്ഷേങ്കിലും നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഫുൾ A+ പ്രതീക്ഷിച്ച ആളുകൾക്ക് 9 A+ലോ 8 A+ലോ ഒതുങ്ങിപ്പോയെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു തോൽവി, SSLC പരീക്ഷയിൽ പരാജയപ്പെടുക എന്നുള്ളതല്ല, വിചാരിച്ച മാർക്ക് കിട്ടാത്ത ആ ഒരു പരാജയം എന്നുള്ളത്, നേരിയ പരാജയം എന്നുള്ളത്, ഏത് പരാജയമാണെങ്കിലും ശരി, ഇനി D കിട്ടിയാലും ശരി, SSLC പരീക്ഷയാവട്ടെ മറ്റുള്ള പരീക്ഷയാവട്ടെ, തോൽവി എന്നുള്ളത് അത് വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. നമ്മൾ തോൽവിയിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ അതിനേക്കാൾ ഉയർന്ന വിജയങ്ങൾ നേടിയെടുക്കാൻ. എത്രയോ ആളുകൾ SSLC പരീക്ഷയിൽ തോറ്റവരാണ് പല ഉന്നതങ്ങളും പല സ്ഥാനങ്ങളും പല വിഷയങ്ങളും നേടിയെടുത്തത്. അതുകൊണ്ട് തോൽവി എന്നുള്ളത് വിജയത്തിൻ്റെ
ഒരു ചവിട്ടുപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല എല്ലാവർക്കും ഫുൾ A+ കിട്ടിയെങ്കിൽ പോലും ഇവിടെ മനുഷ്യന്മാർക്കിടയിൽ സമത്വം ഉണ്ടാകുന്നില്ല. തൊഴിലാളികളും മുതലാളികളും മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് തന്നെയാണ് മനുഷ്യന്മാർ ഇവിടെ ജീവിക്കുക. സമത്വം എന്നുള്ളത് മനുഷ്യന്മാർക്കിടയിൽ അള്ളാഹു കൊടുത്തിട്ടില്ല. അസമത്വം മനുഷ്യ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഫുൾ A+ കിട്ടിയെന്ന് കരുതിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ഒരു ചിന്തയോടെ നമ്മൾ ഇരിക്കുക, റിസൾട്ടിനെ നേരിടുക എന്നുള്ളതാണ് രണ്ടാമതായി പറയാനുള്ളത്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മുടെ ഭാവി പഠനം. ഈ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ഭാവി പഠനം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് ശമ്പളം കിട്ടും, ഒരുപാട് സാലറി കിട്ടും, ഒരുപാട് ഉയർന്ന ജോലി കിട്ടും എന്നതൊക്കെയാണെങ്കിൽ ആത്മീയമായ പഠനത്തിൻ്റെ മഹത്വവും അതിൻ്റെ നേട്ടവും അള്ളാഹുവിൻ്റെ ഉന്നതമായ അറ്റമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ആത്മീയ പഠനം മാത്രം തിരഞ്ഞെടുക്കണമെന്നല്ല, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ കവാടങ്ങൾ, അവസരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗമുണ്ടല്ലോ, അത് തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമതായി ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഇസ്മ പരിചയപ്പെടുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയം കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു തൗഫീഖും സഹായവും നമുക്ക് ലഭിക്കാൻ, ഫത്താഹ് എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ നമുക്ക് വിജയം ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനും ചൊല്ലാനും ഒക്കെ ഉണ്ട്. കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ള ആളുകൾ വാട്സപ്പ് താഴെ നമ്പറുണ്ട്, അതിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, ചൊല്ലാൻ കഴിയുന്ന ഒരു വിഷയമാണ്, ഒരു അമലാണ് പറയുന്നത്. യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. ഈ ഇസ്മിൻ്റെ അദദ് വരുന്നത് 489 ആണ്. ഫാഇൻ്റെ അദദ് 80, താഇൻ്റെ അദദ് 400, അലിഫിൻ്റെ അദദ് 1, ഹാഇൻ്റെ അദദ് 8, ടോട്ടൽ 489 തവണ ഇനിയുള്ള ദിവസങ്ങൾ റിസൾട്ട് വരെ എല്ലാ ദിവസവും യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന് 489 തവണ എല്ലാ വിദ്യാർത്ഥികളും ചൊല്ലുക എന്നുള്ളതാണ്. റിസൾട്ടിനെ നാം വളരെ നിസ്സാരമായി കാണുക. വലിയ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക, നമ്മൾ നിസ്സാരമായി കാണുക. റിസൾട്ട് എന്ത് തന്നെയായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മാനസികമായ അവസ്ഥയിൽ നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതാണ്. അതുപോലെ രക്ഷിതാക്കളോട് പറയാനുള്ള 1-2 വിഷയങ്ങൾ. രക്ഷിതാക്കൾ സ്വയം ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ അത് മക്കൾക്ക് ടെൻഷനാകും. പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കില്ല. പക്ഷേ രക്ഷിതാക്കൾ സ്വയം ടെൻഷൻ അടിക്കും. ആ ടെൻഷൻ കാണുമ്പോഴേ മക്കൾക്ക് ടെൻഷൻ വരും. അപ്പോൾ സ്വയം ടെൻഷൻ അടിക്കാതിരിക്കുകയും മക്കളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമതായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും റിസൾട്ട് എന്ത് തന്നെയായാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ. വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുക, ആ ഒരു ഉപദേശവും ആ ഒരു സംസാരവും അവരോട് നടത്തുക. അതല്ല എങ്കിൽ വിദ്യാർത്ഥികൾ അപകടത്തിലേക്ക് വരെ എത്തിയേക്കാം. പരീക്ഷാ ഭയത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ ആത്മഹത്യയുടെ വാർത്തകൾ പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അപകടകരമായ വാക്കുകളോ പ്രവൃത്തികളോ പെരുമാറ്റമോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ ചെയ്യേണ്ടത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സലാസു ദഅവാത്തിൻ മുസ്തജാബത്തുൻ, 3 ദുആകൾക്ക് ഇജാബത്തുണ്ട്. അതിൽ ഒന്ന് ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നന്നായി ദുആ ചെയ്യുക. ഇസ്മുകൾ ചൊല്ലിയിട്ടോ സ്വലാത്തുകൾ ചൊല്ലിയിട്ടോ ഒക്കെ നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി നിരന്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷാ റിസൾട്ട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ ഖൈറായ അനുയോജ്യമായ ഉയർന്ന വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പ്രവേശനം ലഭിക്കുന്ന രൂപത്തിലുള്ള മാർക്കുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള മക്കളാക്കി അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.